ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സേതുലക്ഷ്മി ഭർത്താവിൻ്റെ റൂം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് വേദയെ. വേദയാണെങ്കിൽ അവിടെ ചെന്ന് അന്തം വിട്ട് പോകട്ടോ. അവിടെ ഒരുപാട് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം സേതുലക്ഷ്മി പറയും, തരുണിൻ്റെ അച്ഛൻ്റെ ആകെ കൂടെ ഉള്ള സമ്പാദ്യം മോളെ. അവനും സിവിൽ പരീക്ഷ എഴുതാൻ നേരം ഇത് തന്നെയായിരുന്നു അവൻ്റെ ലോകം. ഇവിടെയാണെങ്കിലേ അവൻ്റെ കമ്പ്യൂട്ടർ ഉണ്ട്, വൈഫൈ കണക്ഷൻ ഉണ്ട്, ഏതറിവും നമ്മുടെ കൈയിൻ്റെ തുമ്പിൽ തന്നെ ഉണ്ടല്ലോ എന്നങ്ങ് പറയുന്ന നേരം നമ്മുടെ വേദ ചോദിക്കും, അമ്മ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. നീ ഒരു LLB പഠിച്ച ആളാണെന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് എന്ത് നേടാനാ? ഒരു വക്കീലിൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്തെന്ന് വെച്ച് നമ്മുടെ ജീവിതം കെട്ടിപ്പിടിക്കാൻ പറ്റുമോ? കെട്ടിപ്പിടിക്കാനൊക്കെ പറ്റുമായിരിക്കും, പക്ഷെ ഒരുപാട് നാൾ കാത്തിരിക്കണ്ടേ? ഇപ്പോൾ അതിനെല്ലാം മെനക്കെടണ്ടേ? ഒരു സോഷ്യൽ സെക്യൂരിറ്റി കിട്ടുന്ന ഒരു ജോലിക്കാ, അതിനുവേണ്ടി നീ UPSC പരീക്ഷ എഴുതണം എന്നങ്ങ് പറയുമ്പോൾ വേദ പറയും, അയ്യോ അത് അമ്മേ എന്ന് പറയുമ്പോൾ നിനക്ക് പറ്റുമോളെ, നീ ജയിക്കും. എന്നിട്ട് വേണം നമുക്ക് ഈ കഥകളൊക്കെ തരുണിൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതുവരെ അങ്ങനെ തന്നെ പോട്ടെ മോളെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വേദയ്ക്കും അത് ശരിയാണെന്ന് തോന്നുകയാണ്. അതേസമയം നമ്മുടെ വിക്രാണെങ്കിൽ ആ പോലീസിൻ്റെ അടുത്ത് പറയാണ്, സാറ് പറഞ്ഞിരുന്നല്ലോ ഇതൊരു ട്രെയിനിങ് പീരീഡായിട്ട് കാണണമെന്ന്. ഞാൻ തീരുമാനിച്ചു സർ, എൻ്റെ മുടങ്ങിപ്പോയ പഠനം പൂർത്തിയാക്കണമെന്ന്. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു നേട്ടം എനിക്ക് കൈവരിച്ചിട്ട് വേണം അച്ഛൻ്റെ അടുത്ത് പോകാൻ. അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നല്ലോ ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തി കാണണം. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അച്ഛനെയും വേദയെയും ചെന്ന് കാണണം. അവർക്ക് തോന്നണം ഞാൻ പുതിയൊരു ജീവിതത്തിൻ്റെ അടിത്തറ കെട്ടിയിട്ടാണ് നിങ്ങളെ കാണാൻ വന്നതെന്ന് എന്നൊക്കെ പറയുമ്പോൾ ആ പോലീസുകാരന് സന്തോഷമാണ്. പോലീസുകാരൻ ചോദിക്കും, നീ സീരിയസ് ആയിട്ടാണോ ഇത് കാണുന്നതെന്ന്? അതെ സാർ എന്ന് പറയുമ്പോൾ, അത് നന്നായിടോ. എന്തായാലും ഇവിടെ തന്നെ ഒരു ലൈബ്രറി ഉണ്ട്, അതിൻ്റെ ചാർജ് നിനക്ക് ഞാൻ നൽകാം. പഠിക്കാൻ വേണ്ട പുസ്തകങ്ങളൊക്കെ ഞാൻ ഏർപ്പാടാക്കി തരാം. യൂണിവേഴ്സിറ്റി പരീക്ഷയെ സംബന്ധിച്ചുള്ള എല്ലാ സംവിധാനങ്ങളും ഞാൻ ചെയ്തു തരാമെന്ന് പറയുമ്പം നമ്മുടെ വിക്രത്തിന് ഭയങ്കര സന്തോഷമാണ്. വിക്രം പറയും, താങ്ക് യു സാർ എന്ന് പറഞ്ഞിട്ട് നിൽക്കുവാണ്. അതിനുശേഷം കാണിക്കുന്നത് വിക്രം ഇവിടെ നിന്ന് പഠിക്കുന്നു, വേദയാണെങ്കിൽ അവിടെ നിന്ന് പഠിക്കുന്നു. അങ്ങനെ പിന്നീട് ഒരു ദിവസം നമ്മുടെ വേദയാണെങ്കിൽ ശങ്കരനാരായണനെ വിളിക്കുക. അന്നേരം ശങ്കരനാരായണനാണെങ്കിൽ വേദയുടെ സൗണ്ട് കേട്ടതോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അച്ഛാ എക്സൈറ്റഡ് ആവില്ലേ, ഞാൻ വിളിച്ചതായിട്ട് അമ്മ പോലും അറിയണ്ട എന്നൊക്കെ പറയുമ്പോൾ ശങ്കരനാരായണൻ ചോദിക്കും, മോൾ എവിടെയായിരുന്നു? മോളെ ഒരുപാട് അന്വേഷിച്ചു, എവിടെയാ മറിഞ്ഞിരിക്കുന്നതെന്ന്. ഞാനിപ്പോൾ മസൂറിയിലാണ് അച്ഛാ, ഞാനിപ്പോൾ ട്രെയിനിങ് പീരീഡിലാന്ന് പറയുമ്പോൾ നമ്മുടെ ശങ്കരനാരായണൻ ചോദിക്കും, ട്രെയിനിങ് പീരീഡ് മസൂറിയിലോ? അവിടെ എന്ന് പറയുമ്പോൾ അതെ അച്ഛാ, സിവിൽ സർവീസ് തന്നെ. എന്തൊരു ഗുഡ് ന്യൂസാ നീ പറയുന്നേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ശങ്കരനാരായണൻ. അച്ഛാ അത് പറയാനല്ല ഞാൻ വിളിച്ചത്, എനിക്ക് എത്രയും വേഗം അച്ഛനെ കാണണം. അച്ഛൻ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ മോളെ ഞാൻ അങ്ങോട്ട് എത്താന്ന് പറയാണ്. അങ്ങനെ ശങ്കരനാരായണൻ വേദയെ കാണാൻ വേണ്ടിയിട്ട് വരുന്നു. അവിടെ എത്തി ആ കോട്ടിലെ സൂട്ടിലൊക്കെ കാണുമ്പോൾ തന്നെ അയാൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഈ നിമിഷം ഏതൊരച്ഛനും അഭിമാന നിമിഷമാണ് മോളെ, പക്ഷെ ആനന്ദിക്കാൻ വേണ്ടി എനിക്ക് പറ്റുന്നില്ല. നീ എന്തിനാണ് ഇങ്ങനെ ഒളിഞ്ഞും മറിഞ്ഞും ജീവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വേദ പറയും, അച്ഛൻ അറിയില്ല അതെന്ന്. ശ്രീകാന്തിനെയും ദർശനെയും പേടിച്ചിട്ടാണോ? അവര് നിന്നെയും നിന്റെ കുഞ്ഞിനെയും ആക്രമിക്കുമെന്ന് കരുതിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ വേദ ഇങ്ങനെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുക കേട്ടോ. കുഞ്ഞുള്ള കാര്യം അറിയോ എന്നുള്ള കാര്യത്തില്. അതെ മോളെ, ശ്രീകാന്ത് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞ് നീ പ്രഗ്നന്റ് ആണെന്ന്. അന്നേരം ആ കുഞ്ഞെവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരമൊന്നും നമ്മുടെ വേദ പറഞ്ഞു കൊടുക്കുന്നില്ല കേട്ടോ. പറയാനാണെങ്കിൽ ഒരുപാട് കഥ ഉണ്ട് അച്ഛാ. അച്ഛൻ ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാനും ഉണ്ടാവും, ഇപ്പോഴത് പറയാനുള്ള അവസരമല്ല എന്ന് പറഞ്ഞ് ഇരിക്കാൻ വേണ്ടി പറയുന്നു. എന്നിട്ട് ചായയോ കോഫിയോ അങ്ങനെ എന്തോ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. വീണ്ടും ആ കുഞ്ഞിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ വേദ. അന്നേരം ശ്രീയേട്ടൻ എൻ്റെ പിറകെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. അച്ഛൻ ഒരു കാര്യം ചെയ്യണം, കുറച്ചു കാലത്തേക്ക് ശ്രീയേട്ടൻ എന്നെ അന്വേഷിച്ച് വരാതിരിക്കാൻ അച്ഛൻ വേണം മുന്നിൽ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട് എന്നും പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ട് ശങ്കരനാരായണൻ. അദ്ദേഹം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പറയും, തീക്കൊള്ളി കൊണ്ട് ചൊറിയുന്നത് പോലെയാണ് മോളെ, ഒരു പ്രയോജനം ഉണ്ടാവാൻ പോണില്ലാന്ന്. അച്ഛാ അങ്ങനെയല്ല, അച്ഛൻ ആദ്യം ഇത് ചെയ്യ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, എനിക്ക് സമയമില്ല അച്ഛാ, എങ്കിൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ എണീറ്റ് പോവാണ്. എന്നിട്ട് വീണ്ടും ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ ആ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന്. അന്നേരം ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് വേദ പറയും, ഇവിടെ നിന്ന് പോയാൽ അച്ഛൻ വിക്രത്തിനെ കാണണം. ഈ ഭൂമിയുടെ ഏതോ ഒരു കോണിൽ വേദ കാത്തിരിക്കുന്നുണ്ട് ഒരുപാട് സർപ്രൈസുകളായിട്ട് എന്ന് അച്ഛൻ പറയണം. അച്ഛൻ എന്നെ കണ്ട കാര്യം ആരോടും പറയാൻ പാടില്ല, വിക്രം പോലും അതറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വേദ പോകുന്നത്. അതിനുശേഷം ശങ്കരനാരായണൻ തിരിച്ചു വരുന്നു. നേരെ ശ്രീകാന്തിനെ കാണാനാണ് പോകുന്നത്. അന്നേരം ശ്രീകാന്ത് ആണെങ്കിൽ കുറച്ച് പരിഹാസവാക്കുകളായിട്ടാണ് കേട്ടോ മുന്നിലേക്ക് വരുന്നത്. ബഹുമാന്യനായ പിതാശ്രീ, അങ്ങ് എന്നെ വീട്ടിൽ കയറ്റാത്തത് കൊണ്ടാണ് വഴിയരികിൽ നാം കാത്തിരുന്നത്.
പിതാവ് ഇപ്പോൾ അടുത്ത കാലത്ത് വടക്കോട്ട് ഒരു യാത്ര പോയെന്നറിഞ്ഞു. മകളെ കാണാനായിരിക്കും അല്ലേ എന്നൊക്കെ പറയുന്ന നേരം അയാൾ പറയും, ഞാനല്ലല്ലോ അവളെ തെരഞ്ഞു നടക്കുന്നത്, നീയല്ലേ, നീ പോകുന്നത് ഞാൻ അറിയില്ലെന്ന് കരുതിയോ എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയാടാ മനസ്സ് വരുന്നത്, സ്വന്തം ചോരയല്ലേന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ട് മാത്രം അവൾ ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. എനിക്ക് അവളെ കണ്ടുപിടിച്ച് കൊല്ലാൻ അറിയായിട്ടൊന്നല്ല. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാൻ എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്തത്? കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയ ശേഷം മുത്തശ്ശൻ്റെ കമ്പനികളൊക്കെ ഞാനായിരുന്നു നോക്കി നടത്തിയിരുന്നത്. നിങ്ങളന്ന് ജഡ്ജി ആയതുകൊണ്ട് നിങ്ങൾ ഒരു തലവേദനയും ഉണ്ടാക്കാതെ ഒഴിഞ്ഞു മാറി. പക്ഷേ എനിക്ക് ഹെൽപ്പിന് ചന്ദ്രശേഖരൻ അങ്കിൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അന്നേ നിങ്ങൾ ഈ ബില്ലിന്റെ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ഹോമിക്കായിരുന്നോ? ഇപ്പൊ എവിടുന്ന് വന്നു ഇങ്ങനെ ഒരു ബില്ല്? അതും വേദയ്ക്ക് ഇന്ത്യയിൽ ജനിച്ച കുഞ്ഞിന്. ഇത് ഞാൻ എങ്ങനെ സഹിക്കാനാ എന്നങ്ങ് ചോദിക്കുന്ന നേരം നമ്മുടെ ശങ്കരനാരായണൻ പറയും, അവൾക്ക് കുഞ്ഞൊന്നുമില്ല എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് ചോദിക്കും, അപ്പോൾ മോളെ കണ്ടിട്ട് തന്നെയാണല്ലേ വരുന്നതെന്ന്. ഞാൻ മോളെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോയത്, പക്ഷെ കണ്ടില്ല, കുറച്ച് അന്വേഷിച്ചു അത്രമാത്രം എന്ന് പറയുമ്പം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അവൾക്കേ കുഞ്ഞില്ല. അവള് ഡൽഹിയിലുണ്ടായിരുന്നു, അന്നേരം അവള് പ്രഗ്നൻ്റ് ആയിരുന്നു, പക്ഷേ പ്രസവ സമയത്ത് കുഞ്ഞ് മരിച്ചുപോയി എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നത് കേൾക്കുമ്പോൾ ഇയാൾക്ക് വിശ്വാസമാവുന്നുണ്ട് കേട്ടോ. കാരണം കുഞ്ഞിനെ പറ്റിയിട്ട് വേദയും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ അവസാനം ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ആ ബില്ല് വേദയ്ക്ക് കുഞ്ഞില്ലാത്തതുകൊണ്ടും വേദ എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ടും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അത് നിന്റെ പേരിക്ക് എഴുതാന്ന് എന്ന് പറയുമ്പോൾ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ. ശ്രീകാന്ത് പറയും, എൻ്റെ പിതാശ്രീ ഇതൊക്കെ നേരത്തെ തീരുമാനിച്ചു വിടായിരുന്നില്ലേ, എങ്കിൽ ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കില്ലായിരുന്നല്ലോ. വിക്രത്തിൻ്റെ കൂടെ പോയപ്പോഴൊക്കെ അവളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചതും ഇതിനു വേണ്ടി തന്നെയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശങ്കരനാരായണൻ പറയും, ഞാനൊരു ഡേറ്റ് കണ്ടിട്ട് നിന്നെ വിളിക്കാന്ന്. ആയിക്കോട്ടെ പിതാശ്രീ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ടാണ് കേട്ടോ പറഞ്ഞു വിടുന്നത്. അന്നേരം ശങ്കരനാരായണൻ വരുമ്പോൾ ചിരിച്ചോണ്ടാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് ശ്രീകാന്തിനെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുവാണ്. പിന്നീട് വേദയാണെങ്കിൽ അവിടുത്തെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് തരുണിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അന്നേരം മോളൊക്കെ ഓടി വരുന്നുണ്ട് അവളുടെ അടുത്തേക്ക്. അങ്ങനെ ഇത് വേദ എടുക്കുമ്പോഴേക്കും തരുണ് വന്നിട്ട് എടുത്തിട്ട് പോവുകയാണ് കേട്ടോ. അത് നമ്മുടെ വേദയ്ക്ക് നല്ല സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് അമ്മയോട്, അതായത് സേതുലക്ഷ്മിയോട് വേദ പറയുന്നുണ്ട്, അമ്മ ഇത് നോക്കിക്കെന്ന്. എന്താ മോളെ ഇതെന്ന് പറയുമ്പോൾ ഇത് പോസ്റ്റിങ്ങാ തമിഴ്നാട്ടിലേക്ക് എന്ന് പറയുമ്പോൾ ആ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നതോടെ ഇന്നത്തെ ഭാഗം തീർന്നു കേട്ടോ.